ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ പിടിച്ചെന്ന് പറഞ്ഞാൽ അന്ന് കുറേ ബിസി ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ അയ്യോ വീഡിയോ പിടിക്കണമല്ലോ. പിന്നെ അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോ പിടിച്ചു. അതാണെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നത്തെ കുറച്ച് കാര്യം കൂടെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അന്ന് നമ്മൾ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓർത്തു വീടൊക്കെ ഒന്ന് കൂതാശി വയ്ക്കണം. കുറേ നാളും കൊണ്ട് ഓർക്കുന്ന. അപ്പം നമുക്ക് ഏതായാലും ഇപ്രാവശ്യം നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മുടെ അച്ഛനെ വിളിച്ച് എല്ലാം ഒന്ന് കൂതാശിയൊക്കെ ചെയ്യിച്ചു. പിന്നെ ഇവിടെ 2-3 ദിവസം മുമ്പ് ഭയങ്കര കാറ്റായിരുന്നു. അപ്പം നമ്മുടെ ബായ്ക്കാളിൽ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ കുറേ മരങ്ങളുണ്ട്. അതിൽ നിന്നൊരു വലിയൊരു ബ്രാഞ്ച്, മരത്തിൻ്റെ ഒരു വലിയൊരു ബ്രാഞ്ച് ഒടിഞ്ഞ് വീണ്. ഏതായാലും നമ്മുടെ വീടേ മുട്ടിയില്ല. അപ്പോൾ ആ ബ്രാഞ്ച് വീണത് കഴിഞ്ഞ് ഞാനിത് നോക്കണമെന്ന് വിചാരിച്ചു. തണുപ്പ് കൊണ്ട് പുറത്തോട്ടിറങ്ങിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങി അതൊക്കെ നോക്കി. ഏതായാലും വീടിന് കുഴപ്പമൊന്നും ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് വീടിനൊന്നും പറ്റിയില്ല. നമ്മുടെ ആ ബ്രാഞ്ചൊക്കെ എടുത്ത് മാറ്റി ഇന്ന്. അപ്പോൾ അന്നത്തെ ആ കുഞ്ഞു വീഡിയോ എല്ലാം കൂടി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുകയാണേ. അപ്പോൾ ഇന്നത്തെ കുക്കിങ് നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് വെതറൊക്കെ നല്ലതായതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ പുറത്തുള്ള കിച്ചണിലാണ് കുക്ക് ചെയ്യുന്നത്. കിച്ചൺ എന്ന് പറയാനൊക്കത്തില്ല, നമ്മൾ പുറത്ത് നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റൗ ഉണ്ട്. അപ്പം നമ്മൾ പുറത്താണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുവാണ്. ഇത് നമ്മുടെ കോവയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നത് കേട്ടോ. അത് ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ വീടെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ ആദ്യം ചെക്ക് ചെയ്ത് രാവിലെ എഴുതിയിട്ടുള്ള വെതർ എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ ഇന്നലെ തണുപ്പൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ ഓർത്ത് വീടിനകത്തിന് സ്മെല്ല് വരത്തില്ല. അപ്പം പിന്നെ നമ്മുടെ പുറത്തുള്ള സ്റ്റൗവിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മെഴുക്കുവരട്ടി ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി. അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ അകത്തെടുത്തുകൊണ്ട് വന്നു കേട്ടോ. നമ്മുടെ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ ചെയ്തത് ചിക്കൻ കറി ആയിരുന്നേ. ചിക്കൻ ഫ്രൈ ചെയ്തു. ഇന്നലെ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ പുറത്തുണ്ടാക്കിയതാണ്. പുറത്തെ സ്റ്റൗവേ ഉണ്ടാക്കിയതെല്ലാം എടുത്തുകൊണ്ട് വന്നതാണ്. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളോർത്ത് പിന്നെ അത് തന്നെ കാണിക്കേണ്ടെന്നോർത്ത് നമ്മളതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മമ്മിയുടെ അവിടെ നിന്ന് ഫിഷ് കറി മമ്മി ഉണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മമ്മി പച്ചടി ഉണ്ടാക്കി. എനിക്ക് പച്ചടി ഒത്തിരി ഇഷ്ടമാണ്. മമ്മി പച്ചടി ഉണ്ടാക്കി. പിന്നെ മമ്മി എരിശ്ശേരി ഉണ്ടാക്കി. അതൊക്കെ കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഇഷ്ടം പോലെ കറികളായി. അപ്പോൾ ഇതാണ് നമ്മുടെ കിങ് ഫിഷ് കറി. മമ്മി കറി വെച്ചുകൊണ്ട് വന്നാണ്. ഇത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി. പിന്നെ പച്ചടി, നമ്മുടെ പംകിൻ്റെ കറിയുണ്ട്, നമ്മുടെ എരിശ്ശേരി, പിന്നെ നമ്മുടെ പച്ചടിയെ, പിന്നെ ചിക്കൻ കറി, പിന്നെ എൻ്റെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ചോറ്. നമുക്ക് 1-2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അവരൊക്കെ പോയി. കട്ട്ലറ്റിന് കുറച്ച് നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ വിനാഗിരിയൊക്കെ ഒഴിച്ച് അത് ഇപ്പം എല്ലാവരും പോയി. അപ്പോൾ അവരുള്ളപ്പം ഞാൻ എടുക്കുന്നില്ല വിചാരിച്ചു. അപ്പം നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ കുറേ കുക്കിങ്ങൊക്കെ ഇന്ന് ചെയ്തത്. പിന്നെ പിള്ളേർക്കൊക്കെ ഐസ്ക്രീമൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഉണക്കച്ചക്ക ഉണ്ടോ, എനിക്ക് വന്ന ഒരാൾ കൊണ്ട് തന്നാണ് ഉണക്കച്ചക്ക വേവിച്ചത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കച്ചക്ക വേവിച്ചതാണ്. പക്ഷെ നല്ലത് വേവിച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതങ്ങനെ നമ്മൾ വേവിച്ച നല്ല ഫ്രഷ് ചക്ക വേവിച്ച പോലെ തന്നെ ഇരിക്കും. പിന്നെ എനിക്കിവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം ഉണ്ട്. നമുക്ക് പ്ലേറ്റ് ഇതെല്ലാം കഴുകി റെഡിയാക്കണം. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ഡിഷസ് മുഴുവൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ നല്ല പ്ലേറ്റൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, അതെനിക്ക് ഡിഷ് വാഷറിൽ വെക്കുന്ന ഇഷ്ടമല്ലേ. ചിലപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പോയെങ്കിലും അന്നേരത്തെ എല്ലാം നമ്മൾ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയേ. ഇവിടെയെല്ലാം ഇങ്ങനെ ഈ സൈഡൊക്കെ പോകും ചിലപ്പോൾ ഡിഷ് വാഷറിൽ വെച്ച്. അതുകൊണ്ട് ഞങ്ങളതെല്ലാം സോപ്പിട്ട് കഴുകി. നമ്മുടെ ഗ്ലാസ് എല്ലാം കഴുകി കേട്ടോ. അവിടെ പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. വലിയൊരു ജോലിയായിരുന്നു.
ഇതാണ് നമുക്ക് ഫുഡെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം ഈ പാത്രം കഴുകലാണ്. ഞങ്ങൾ ഡിഷ് വാഷർ സാധാരണ വെക്കും, പക്ഷേ എനിക്ക് നല്ല ഗ്ലാസും പ്ലേറ്റും ഒന്നും ഡിഷ് വാഷർ വെക്കുന്ന താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മളതെല്ലാം കഴുകിയത്. അപ്പോൾ എന്നെ ഹസ്ബൻഡിനോട് ഹെൽപ്പ് ചെയ്തു. ഹസ്ബൻഡാണ് ഇതെല്ലാം തന്നെ കഴുകിയെന്ന് പറയാം. അപ്പം ഞാൻ ഫുഡെല്ലാം ബോക്സിലിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഹസ്ബൻഡ് അപ്പം ഇതിൻ്റെ ഡിഷെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് റോസ്റ്റഡ് നമ്മുടെ കടല, പ്ലമ്മിൻ്റെ ഒരു കേക്ക്, പിന്നെ കുഴലപ്പം, ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ ത്രിവേണി, അവിടെ നിന്ന് ഞങ്ങളിതൊക്കെ വാങ്ങിച്ചു. ജസ്റ്റ് വരുന്നതുകൊണ്ട് നമ്മളിതെല്ലാം വാങ്ങിച്ചാണ്. നമ്മുടെ ഡൈനിങ് റൂമെല്ലാം ക്ലീൻ ചെയ്തു. ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. വലിയൊരു പണിയായിരുന്നു. വീടെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തു. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞ് നമുക്കങ്ങനെയല്ലേ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ വീട് ആദ്യം അവർ വരുന്നതിന് മുമ്പും ചെയ്യണം, പിന്നെ പോയി കഴിഞ്ഞും ചെയ്യണം. നമ്മുടെ പണികളെല്ലാം ഒതുക്കി. ഇപ്പോൾ ഓൾമോസ്റ്റ് 11 o'clock ആയി രാത്രിയിൽ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിളും ഡൈനിങ് റൂമെല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം റെഡിയാക്കി. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെയല്ലേ, അവർ വരുന്നതിന് മുമ്പും വീടെല്ലാം ക്ലീൻ ചെയ്യണം, അവർ പോയി കഴിഞ്ഞും നമുക്ക് ഡൈനിങ് ടേബിളോടെ എല്ലാം ക്ലീൻ ചെയ്യണം. വലിയൊരു പണി തന്നെയായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഫ്ലവറൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ടേബിളിൽ വെക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കേണ്ടതുകൊണ്ട് സ്പേസ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മാറ്റി വെച്ചാണ്. ഇതൊക്കെ ഇങ്ങനെ വെക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. എല്ലാവരും വന്നെല്ലാം പോയപ്പോൾ നല്ല ഹാപ്പിയല്ലേ. നമ്മളങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തിയാവും, ഒരു സംതൃപ്തിയാവും അല്ലേ, ഒരു സാറ്റിസ്ഫൈഡ് ആവും. ഇവിടെ നല്ല അടിപൊളി തണുപ്പാണ്. അപ്പം ഞങ്ങൾ ബാക്കിയാടിലോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ 2 ദിവസം മുമ്പ് ഭയങ്കര വിണ്ടിയായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, മഴ, പിന്നെ തണുപ്പ് എല്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഒരു വലിയൊരു ബ്രാഞ്ച് ഈ ട്രീ എന്ന് വേണ്ട, നമ്മുടെ ബാക്കിയാട് മുഴുവൻ ട്രീ ആണ്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ട്രീ എന്ന് വേണ്ട ഒരു വലിയൊരു കമ്പ് എവിടെ ഒടിഞ്ഞ് വീണു. ഏതായാലും ഭാഗ്യത്തിൽ നമ്മുടെ വീടെ മുട്ടിയില്ല, അല്ല പിന്നെ ഇനി അടുത്ത പണി ഒത്തനെ. ഏതായാലും വീടിലൊന്നും മുട്ടിയില്ല. അത് നമ്മുടെ ടച്ച് ചെയ്തില്ല എന്നുള്ള മട്ടിൽ തന്നെ ഒന്ന് വീണു. തൊട്ട് വീടിൻ്റെ അടുത്തായിട്ട് വന്ന് വലിയൊരു കമ്പ് വീണു. അപ്പോൾ ഉണ്ട് അതിനെ വലിച്ചുകൊണ്ട് പോയി നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. അപ്പോൾ അത് ട്രാഷുകാർ നാളെ എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു വലിയൊരു കമ്പായിരുന്നേ, അത് ഞങ്ങൾ മുറിച്ച് അവിടെ കൊണ്ട് വെച്ചു. എന്താ ഈ ട്രീയെ കൊണ്ട് ഭയങ്കര ശല്യം ഇവിടെ. ഇങ്ങനെ കമ്പ് കണ്ട്, ഇവിടുത്തെ ഒത്തിരി കമ്പ് വലുതല്ല. ഞങ്ങൾ ഓൾറെഡി മുറിപ്പിച്ചായിരുന്നു ഈ മരം വെട്ടുന്ന ആൾക്കാരെ കൊണ്ട്. നേരത്തെ ഒരു 2 വർഷം മുമ്പ് വീടിൻ്റെ മുകളിലോട്ട് കിടന്ന എല്ലാം മുറിപ്പിച്ചു. ഇപ്പോഴത്തെ നമുക്കിങ്ങനെ വലുതായിട്ട് ഒരെണ്ണം രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ കാറ്റ് വരുമ്പോൾ ഇതാകെ വിഷയമാണ്. പിന്നെ ഇങ്ങനെ ചെറുതാകുമ്പോൾ ഞങ്ങളിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഞങ്ങളിപ്പോൾ വലുതാകാൻ സമ്മതിക്കത്തില്ല, അല്ല പിന്നെ ആകെ പ്രശ്നമായി കാറ്റ് വരുമ്പോൾ. നമ്മൾ ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ഓർക്കും ഈ ട്രീ ഓക്കെയാണ്, നല്ല തണലൊക്കെ കിട്ടും, പിന്നെ ട്രീയൊക്കെ ഉണ്ടെങ്കിൽ ഇലയൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി ഓക്സിജൻ സപ്ലൈ ഒക്കെ കിട്ടും. പക്ഷേ എങ്കിൽ ഇതിനെക്കൊണ്ട് ഉപദ്രവമുണ്ട്. ഇങ്ങനെ കാറ്റ് വരുന്ന സമയത്ത് ഇവിടെ ചില സമയത്ത് നല്ല കാറ്റ് വരും. ഇപ്പോൾ 2 ദിവസം മുമ്പത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ടൊർണാഡോ വാർണിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നേ ഇല്ലല്ലോ, നമ്മൾ ബാക്കിലോട്ടൊന്നും ഇറങ്ങുന്നേ ഇല്ലല്ലോ. അപ്പം ഞാൻ ഈ കമ്പ് വീണെന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നോക്കാം എന്താ ഇവിടെ സംഭവം. നല്ല തണുപ്പുമാണ്. അപ്പം ഞാൻ നമ്മുടെ ആപ്പിൾ ട്രീയുടെ ഒക്കെ പരുവം കണ്ടോ, ആപ്പിൾ ട്രീ നിൽക്കുന്നുണ്ട്, കുഞ്ഞിക്ക് ആപ്പിൾ ട്രീ. നല്ല തണുപ്പാണ്. അതുകൊണ്ട് കയറി പോവാം. ഞാൻ ആ ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ ബ്രാഞ്ച് ഒന്ന് നോക്കാം. അതുകൊണ്ട് അവിടെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മൾ കമ്പ് എല്ലാം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അത് 2-3 ദിവസം കൊണ്ട് അത് നല്ല എൻ്റെ ഇലയെല്ലാം പോയി. ഇവിടെ ഇല ഇല്ലിപ്പം. ഇപ്പം തേണ്ട ഈ കമ്പ് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു, ഈ മരത്തിൻ്റെ ബ്രാഞ്ച്.
അപ്പോൾ അത് കുറച്ചുകൂടെ ഉണങ്ങി കമ്പായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഉണങ്ങിയെന്ന് പറഞ്ഞാൽ വീണ് കഴിഞ്ഞ് അവിടെ കിടന്ന് കുറച്ചൊക്കെ ഉണങ്ങി. എന്നാലും വീടാൻ മുട്ടയില്ല. പിന്നെ നല്ല തണുപ്പാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ലേ വിൻ്റർ ടൈം ആയ. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 7:15 ആയി. അപ്പം ഞങ്ങൾ ഓർത്തു ഇപ്പോൾ ഡിന്നറിന് നമ്മുടെ പിസ്സ ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ തന്നെ നമ്മളിവിടെ പിസ്സ ഓർഡർ ചെയ്തു. അപ്പം നമ്മളിവിടെ 3 പിസ്സ ഓർഡർ ചെയ്തു അല്ലേ. 3 പിസ്സ. ഞങ്ങൾക്ക് ഇതിന് കുറച്ച് എന്തൊക്കെ പിസ്സ പെപ്പറോണിയാണോ? പെപ്പറോണി തിൻ പിസ്സ. അപ്പോൾ എനിക്ക് തിൻ പിസ്സ ഇഷ്ടം. നമ്മളെപ്പോഴും തിൻ പിസ്സയാണ് ഓർഡർ ചെയ്യുന്നത്. ഇന്ന് മിസ്സായത് നമ്മൾ മമ്മിക്ക് കൊടുത്തിട്ടാണ്. പിസ്സ വാങ്ങിച്ച് മമ്മിയുടെ വീട്ടിൽ കയറി മമ്മിക്ക് 2-3 സ്ലൈസൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. മഷ്റൂം ഇങ്ങനെ പല ടൈപ്പിലുള്ള പിസ്സകൾ നമ്മൾ ഓർഡർ ചെയ്തു. ഇനി അടുത്ത പിസ്സ എന്ന് പറയുന്നത് പെപ്പറോണി പിസ്സ. ആ മിസ്സായ സ്ലൈസ് മമ്മിക്ക് കൊടുത്താണ്. അങ്ങനെ 3 ടൈപ്പിലെ പിസ്സ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ ഡിന്നർ. നോ കുക്കിംഗ്. എന്നും കുക്ക് ചെയ്ത് അങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ റെസ്റ്റ് വേണ്ടേ. അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു, കുഞ്ഞു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മുടെ നോയമ്പൊക്കെ ആയതുകൊണ്ട് വീടൊക്കെ ഒന്ന് അച്ഛനെ വിളിച്ച് കൂതാശ ചെയ്യിച്ചു. പിന്നെ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞങ്ങൾ അടുക്കളയൊക്കെ ഒന്ന് നമ്മുടെ റീമോഡൽ ചെയ്തല്ലോ. നമ്മുടെ കിച്ചൺ റീമോഡലിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ടേ കാണിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം കൂടെ ഓർക്കുന്ന ഒന്ന് കൂതാശ ചെയ്യിക്കണം. അങ്ങനെ അതിൽ അച്ഛനെ വിളിച്ചെല്ലാം ചെയ്തു. അപ്പം അന്ന് കൂടെ കുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞിക്ക വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം പലത് വരുമ്പോൾ എന്നാ ഇതെന്ത് വീഡിയോ ആണെന്ന് ഓർക്കേണ്ട, ഇതാണ് സംഭവം. അന്നത്തെ കുഞ്ഞു വീഡിയോയുടെ കൂടെ ഈ വീഡിയോ എല്ലാം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞാൽ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. നമ്മൾ അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ടേക്ക് കെയർ.